നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആൺ സുഹൃത്തിന്റെ ഭീഷണിയെ തുടർന്ന് 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ, മറ്റൊരു പ്രതി വിദേശത്തേക്ക് കടന്നു. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളികൾ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ട സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ TV സംരംഭങ്ങളെ ഇല്ലാതാക്കാനുള്ള KSEBL നിലപാടിനെതിരെ പ്രതിഷേധവുമായി COA ജനുവരി 31-ന് കരിദിനം ആചരിക്കും. ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം കാസർഗോഡ് കളനാട്ട് നടന്നു. എല്ലാം നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ആൺ സുഹൃത്തിന്റെ ഭീഷണിയെ തുടർന്ന് 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ നിരന്തരമായുള്ള ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി. ചൊവ്വാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ വീട്ടിനകത്ത് വിഷമകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. അത്യാസന്ന നിലയിലായിരുന്ന പെൺകുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ആൺസുഹൃത്തായ മൊഗ്രാൽപുത്തൂർ സ്വദേശി അൻവറിന്റെ നിരന്തരമായ ശല്യം സഹിക്കുവാനാകാതെ വിഷം കഴിച്ച് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വാട്സാപ്പ് വഴിയാണ് പെൺകുട്ടിയെ അൻവർ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിൽ പെൺകുട്ടി ബന്ധത്തിൽ നിന്നും ഒഴിവായി. ഇതോടെ യുവാവ് പെൺകുട്ടിയോട് ഇറങ്ങി വരണമെന്നും അനുസരിച്ചില്ലെങ്കിൽ പിതാവിനെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായാണ് ആരോപണം. സ്കൂളിൽ പോകുന്ന സമയത്ത് വഴി തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടെ വിദ്യാർത്ഥിനി വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അധ്യാപകർക്കും സഹപാഠികൾക്കും തൻ്റെ മകൾ ഏറെ പ്രിയപ്പെട്ടവളായിരുന്നുവെന്നും മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നുമാണ് പിതാവ് പറയുന്നത്. സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും പിതാവ് ആവശ്യപ്പെടുന്നു. ആത്മഹത്യ ഇവള് സ്വന്തമായിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഇവള്. അധികം ആരോടും സംസാരിക്കില്ല. കൂടുതൽ സമയമൊന്നും സ്കൂളിൽ നിൽക്കില്ല. പെട്ടെന്ന് സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയായിരുന്നു. നല്ലൊരു കുട്ടിയായിരുന്നു, നല്ലൊരു സ്വഭാവം. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, സ്കൂളിലെ അധ്യാപകരോടാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ചോദിച്ചാൽ പറയും അവളുടെ സ്വഭാവം. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഒരു പയ്യൻ അവളെ ഭീഷണിപ്പെടുത്തിയ കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം. പക്ഷേ ഇവർക്ക് നിരന്തരം ശല്യം കൂടിക്കൊണ്ട് വരികയാണ്. എൻ്റെ വാപ്പാനെ ഞാൻ കൊല്ലും, നിന്നെ കൊല്ലും, നിന്നെ ഞാൻ വിടില്ല, വെറുതെ വിടില്ല, നിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വിടും, പിന്നെ വാപ്പൊക്കെ അയച്ചു കൊടുക്കുന്നൊക്കെയാണ് ഇവൻ്റെ ഭീഷണി. അത് കാരണമാണ് എൻ്റെ കുട്ടി വതിയർക്ക ഒരു കടയിൽ നിന്ന് എലി വിഷം വാങ്ങി ഇവൾ കഴിച്ചതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ കാരണം ഈ പയ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പയ്യൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂടെ വേറെ 4 പേരുണ്ടാകുമെന്ന് ബലമായ സംശയം. എൻ്റെ മോള് മരണസമയം വരെ പറഞ്ഞിട്ടുണ്ട് 4 പേരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവൾ തന്നെ ഒരുപാട് മൊഴികൾ കൊടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റ് വന്നിട്ടെടുത്താണ് മൊഴികളൊക്കെ. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ രേഖപ്പെടുത്തിയ പെൺകുട്ടിയുടെ മരണമൊഴി പ്രകാരം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊഗ്രാൽപുത്തൂർ സ്വദേശി അൻവർ, ഇയാളുടെ സുഹൃത്തായ സാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകുവാനുണ്ട്. കൊല്ലം സ്വദേശി അജാസാണ് പിടിയിലാകുവാനുള്ളത്. ഇയാൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. 2 മലയാളികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽ മരിച്ചത്. കർണാടകയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി.
സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിയിൽ കുച്ചോടി സ്വദേശി ബഷീറിന്റെ ഫാമിലെ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. മലയാളികളായ സ്വാമി, വർഗീസ് എന്നിവരും ഹസൻ സ്വദേശിയായ ചേതൻ എന്നയാളുമാണ് മരിച്ചത്. അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മലയാളികളായ പ്രേം, കേശവ് എന്നിവർക്കും ഹസൻ സ്വദേശികളായ ദിനേശ്, കിരൺ, അരസൈക്കര സ്വദേശി കുമാർ, ചിക്കമരഹള്ളി സ്വദേശി കല്ലേശ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന പടക്ക നിർമ്മാണശാലയിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ಈ ಸೈಯದ್ ಬಶೀರ್ ಅನ್ನೋರು ಒಂದು 50 ಸೆಂಟ್ ಜಾಗದಲ್ಲಿ ಅವರು ಈ ಪಟಾಕಿ ಕ್ರ್ಯಾಕರ್ಸ್ ಮಾಡಲಿಕ್ಕೆ ಒಂದು ಲೈಸೆನ್ಸ್ ತೊಗೊಂಡಿದ್ದಾರೆ. ಅರೌಂಡ್ 2011-12ನಲ್ಲಿ ತೊಗೊಂಡಿರೋಂಥ ಲೈಸೆನ್ಸ್ 2019ನಲ್ಲಿ ರೆನ್ಯೂ ಆಗಿದೆ. 2024ವರೆಗೂ ಅದು ವ್ಯಾಲಿಡ್ ಇದೆ. 2024 ಮಾರ್ಚ್ವರೆಗೂ ವ್ಯಾಲಿಡ್ ಇರುವಂಥ ಒಂದು ಲೈಸೆನ್ಸ್. ಅದು ಪಟಾಕಿ ಮಾಡಲಿಕ್ಕೆ ಬೇಸ್ಡ್ ಆನ್ ಡಿಮಾಂಡ್ ಇವರು ಪಟಾಕಿ ಮಾಡ್ತಿದ್ರು ಅಂತ ನಮ್ಮ ಇನಿಷಿಯಲ್ ಎನ್ಕ್ವೈರಿನಲ್ಲಿ ಗೊತ್ತಾಗಿದೆ. ಅವರು ಯಾರೇ ಕೂಡ ಪಟಾಕಿ ಬೇಕು ಅಂತ ಹೇಳಿ ಆರ್ಡರ್ ಕೊಟ್ಟರೆ ಆ ಆರ್ಡರ್ ಮೇರೆಗೆ ಆ ಪಟಾಕಿ ಮಾಡಿಕೊಡುವಂಥದ್ದು ಈ ಜಾಗದಲ್ಲಿ. ಸೊ ಈ ಮಾಡ್ತಿರ್ಬೇಕಾದ್ರೆ ಒಳಗೆ ಯಾವ ರೀಸನ್ಗೆ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆ ಅನ್ನೋದು ಗೊತ್ತಿಲ್ಲ. സംഭവ സമയത്ത് ആകെ 9 പേരായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതം 4 കിലോമീറ്റർ ദൂരത്തോളം ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരാളുടെ മൃതദേഹം സ്ഫോടന സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെടുത്തപ്പോൾ മറ്റ് 2 പേരുടെയും മൃതദേഹങ്ങൾ 100 മീറ്ററോളം ദൂരത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. MLA ഹാരിസ് പൂഞ്ച, DYSP വിജയപ്രസാദ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുക, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുത്, കറന്റ് ചാർജ് വർധന പിൻവലിക്കുക, ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിബന്ധന ഒഴിവാക്കുക തുടങ്ങിയ വ്യാപാരികളെ ബാധിക്കുന്ന 29 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. എന്തിനാ ജാഥ സംഘടിപ്പിച്ച? ഈ ചെറുകിട വ്യാപാരി സംരക്ഷിക്കാനും യുവമാരെ ഈ കൊള്ളയടിയിൽ നിന്ന് അവരെ രക്ഷിക്കാനുമാണ് നമ്മൾ ഈ ജാഥ സംഘടിപ്പിച്ചത്. ഒന്നാമതായി നമ്മൾ ആവശ്യപ്പെടേണ്ട കാര്യം പകുതി വിലയ്ക്ക് സാധനം വിൽക്കുന്നത് അവസാനിപ്പിക്കണം. കാരണം ഇത് നാളെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അഡ്വാൻസ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല, നീതിക്കെതിരാണ് പകുതി വിലയ്ക്ക് സാധനം വിൽക്കാൻ പാടില്ല. GST നിയമം അനുസരിച്ച് സെക്ഷൻ 51-71 അനുസരിച്ച് നമ്മൾ അണ്ടർ വാല്യുവേഷനിൽ സാധനം കൊണ്ടുവന്നാൽ, അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ വില കുറച്ച് സാധനം കൊണ്ടുവന്നാൽ ആ സാധനം പിടിച്ചെടുക്കാനും നേരിട്ട് നികുതി ചുമത്താനും ഇപ്പം നിയമമുണ്ട്. നമ്മുടെ ടൈൽസ് കച്ചവടക്കാരെ അടക്കം ഇപ്പോഴും ഫൈനടിച്ചുകൊണ്ടിരിക്കുന്നു GST വകുപ്പ്. എന്തേ ഒരു കണ്ടില്ലേ? കേരളത്തിൽ പകുതി വിലയ്ക്ക് സാധനം വിറ്റിട്ട് എവിടെ പോയി GST-ക്കാർ? കണ്ടില്ലേ അവര്? ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. P. കുഞ്ഞാവു ഹാജി, S. ദേവരാജൻ, KV അബ്ദുൽ ഹമീദ്, ബാബു കോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ജാഥ ക്യാപ്റ്റൻ. യാത്ര ഫെബ്രുവരി 13-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. അന്നേ ദിവസം കടകളടച്ച് വ്യാപാരികൾ പണിമുടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSEBL നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ ജനുവരി 31-ന് ബുധനാഴ്ച കരിദിനം ആചരിക്കും. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ KSEBL സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിലും കേബിൾ TV ഓപ്പറേറ്റർമാർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും.
ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KCBL നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ ജനുവരി 31 ബുധനാഴ്ച കരിദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചു മാറ്റുമെന്നുമാണ് പുതിയ തീരുമാനം. കേബിൾ TV ബ്രോഡ്ബാൻഡ് സർവീസ് നടത്തുവാൻ ട്രങ്ക് ഡിസ്ട്രിബ്യൂഷൻ ഡ്രോപ്പ് ആവശ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകത അറിയാത്തവരല്ല സാങ്കേതിക വിദഗ്ധർ കൂടിയായ ഉന്നത ഉദ്യോഗസ്ഥർ. വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ കേരള വിഷൻ പോലെയുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്ററുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. KCBLന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് COA സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്നും അതുപോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി 31 പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യുമെന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ TV ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 31 കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ വൈദ്യുതി ഭവനിലോ ഒക്കെ തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം കാസർഗോഡ് കളനാട്ട് നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. എല്ലാം നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. കാസർഗോഡ് കളനാട്ട് സംഘടിപ്പിച്ച ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യത്തെ പോലും നല്ല രീതിയിൽ സമീപിക്കാതെ എല്ലാറ്റിനെയും നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ദിനേനെ നമ്മുടെ സമീപനവും നെഗറ്റീവാവുകയാണ്. അതാണ് ഇന്നത്തെ കേരളത്തിലെ ജീവിത സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞു. What is the problem facing Kerala? Everywhere negativism. Public life, political life, literary field, spiritual field, everywhere. Every day, day by day, our approach is negativism. Negativism is the way in which our present Kerala life is going on. അഖിലേന്ത്യാ പ്രസിഡന്റ് CH സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിളക്ക് തെളിയിച്ചു. ജനറൽ സെക്രട്ടറിമാരായ BS ഹഡ, വീരേന്ദ്ര നാംദേവ്, ശ്രീനിവാസ്, വൈസ് പ്രസിഡന്റ് ദ്രൗപദി യാദവ്, രാജലക്ഷ്മി കുഞ്ഞമ്മ, V രവീന്ദ്രൻ, K രാജഗോപാലൻ, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 22 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 125 വർഷത്തെ പഴക്കമുള്ള മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 8 ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ കളിയാട്ടത്തിന് തുടക്കമാവും. ചന്തേര മടിയൻ തറവാട്ടിലെ CM പത്മനാഭൻ നായരാണ് ക്ഷേത്രക്കോയ്മ. ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 5 ലക്ഷത്തിൽ പരം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തെക്കുംകര കർണമൂർത്തിക്കാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലാധികാരിയാകാനുള്ള അവകാശം.
പെരുങ്കളിയാട്ടത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഫെബ്രുവരി 2 നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ വിജയത്തിനായി 27 സബ് കമ്മിറ്റികളാണ് പ്രവർത്തിച്ചു വരുന്നത്. കളിയാട്ടത്തിന്റെ പ്രധാന ദിവസങ്ങളിൽ 7 നേരങ്ങളിൽ 4 ലക്ഷത്തിൽ പരം പേർക്ക് അന്നദാനം നടത്തും. ഒരേ സമയം 5000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പന്തലൊരുക്കിയിട്ടുണ്ട്. ഹരിതച്ചട്ടം പാലിച്ചാണ് പെരുങ്കളിയാട്ടം നടക്കുക. ദുരന്ത നിവാരണ പരിശീലനം ലഭിച്ച 700-ൽ പരം പുരുഷ വനിത വോളണ്ടിയർമാരെ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3 മുതൽ വിവിധ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. സാംസ്കാരിക സദസ്സ് നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ട ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CM പത്മനാഭൻ നായർ, ജനറൽ കൺവീനർ പ്രമോദ് കാടങ്കോട്, ക്ഷേത്രം അന്തിതിരിയൻ K ദാമോദരൻ, ക്ഷേത്രം നർത്തകൻ ബാലൻ കോമരം, ക്ഷേത്രം പ്രസിഡന്റ് P ബാബു, സെക്രട്ടറി A ഗംഗാധരൻ, ജന്മകണീശൻ K പുരുഷോത്തമൻ ജോത്സ്യർ, MV കുഞ്ഞിക്കോരൻ, VV കുഞ്ഞിരാമൻ, KM വിജയൻ, PV രാഘവൻ, പ്രദീപ് രാമപുരത്ത്, VV ബാബുരാജ്, VC ഹേമചന്ദ്രൻ, C ബാലകൃഷ്ണൻ, PV രാജൻ മാസ്റ്റർ, K രാജീവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചട്ടഞ്ചാൽ MIC കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ പ്രചരണാർത്ഥം സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നായന്മാർ മൂല ഹിൽ ടോപ്പ് ടർഫിൽ സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റ് കാസർഗോഡ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 27 നടക്കുന്ന ചട്ടഞ്ചാൽ MIC കോളേജ് ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി ടീം നായന്മാർ മൂല ഹിൽ ടോപ്പ് ടർഫിൽ സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജവാദ് വടക്കേക്കര അധ്യക്ഷത വഹിച്ചു. മൂസ ബാസിദ് സ്വാഗതം പറഞ്ഞു. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KA അഹമ്മദ് ഷെരീഫ്, ഹുസൈൻ തങ്ങൾ മസ്തിക്കുണ്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KJ സജി, തോമസ് AM, ഫിറോസ്, അബ്ബാസ് ചെർക്കള, ജുനൈദ് റഹ്മാൻ, റിഷാദ് കൊവ്വൽ, ഹസൻ TD, ഹംസ, നിസാർ തായൽ, അസീബ് ബാത്തിഷ, അനസ് BK, ജാവിർ, സുഹൈൽ, കരീം നായന്മാർ മൂല, സഫീർ ചൂരി, യാസർ ഇർഷാദ്, ബഷീർ മൊയ്തു, സഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനുവരി 30 മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി GLP സ്കൂൾ ചെമ്മനാട് ഈസ്റ്റിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ അവതരിപ്പിക്കും. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന പേരിൽ കൊറിയോഗ്രാഫിക് ഡ്രാമ ഒരുക്കി GLP സ്കൂൾ ചെമ്മനാട് ഈസ്റ്റിലെ വിദ്യാർത്ഥികൾ. 225ഓളം വരുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട്. ഗാന്ധി, നെഹ്റു, പട്ടേൽ, മൗണ്ട് ബാറ്റൻ പ്രഭു എന്നീ ചരിത്ര പുരുഷന്മാർ ദൃശ്യാവിഷ്കാരത്തിന് മിഴിവേകും. അപ്പോൾ 4ാം ക്ലാസ്സിലെ സാമൂഹിക പാഠവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളൊരു പാഠഭാഗമുണ്ട്. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു തീം നമുക്ക് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആയ ജനുവരി 30 അവതരിപ്പിക്കണമെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടാവുകയും വീണ്ടും സുരാജ് മാവിനെ തന്നെ നമ്മൾ സമീപിക്കുകയും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിൻ്റെ റിഹേഴ്സൽ ഈ 1 മാസമായി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിഹേഴ്സൽ നടക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പരിസരത്തുള്ള സ്കൂളുകൾ ആരും ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ദൗത്യം. കാരണം ചെറിയ കുഞ്ഞുങ്ങളെ ഒരു ഡ്രാമയുടെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു അസാധ്യമായ ഒരു സംഗതിയാണ് നമ്മൾ കഴിഞ്ഞ 1 മാസമായി നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ 10 മണി അല്ലെങ്കിൽ 10:30 1 മണിക്കൂർ ദൈർഘ്യമുള്ള, കൃത്യം പറഞ്ഞാൽ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കൊറിയോഗ്രാഫിക് ഡ്രാമ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ എന്ന പേരിൽ നാളെ ഓപ്പൺ സ്കൂൾ ഗ്രൗണ്ടിൽ അവതരിപ്പിക്കുകയാണ്. PTA പ്രസിഡന്റ് MH സാലിക്, SMC ചെയർമാൻ ജയരാജൻ മാടിക്കാൽ, ഹെഡ് മാസ്റ്റർ CK വേണു, സീനിയർ അസിസ്റ്റന്റ് സമീറ ഇബ്രാഹിം, വാർഡ് മെമ്പർ ചന്ദ്രശേഖരൻ കുളങ്ങര, സ്കൂൾ വികസന സമിതി ചെയർമാൻ ബാബു മണിയങ്ങാനം, പൂർവ്വ വിദ്യാർത്ഥി സമിതി ചെയർമാൻ C മോഹനൻ നമ്പ്യാർ, സംവിധായകൻ സുരാജ് മാവില, PTA വൈസ് പ്രസിഡന്റ് മോഹനൻ തായന്നൂർ, മദർ PTA പ്രസിഡന്റ് സിൽവീന അബ്ബാസ്, മദർ PTA വൈസ് പ്രസിഡന്റ് ശരണ്യ M, വിജയൻ ബങ്ങാട്, അസീസ് തായത്തൊടി, മുകേഷ് വർത്തോട്, രവി ഈക്കോട്, നാരായണൻ വടക്കിനി, രവീന്ദ്രൻ M എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുരോഗതിയിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് അനിവാര്യമെന്ന് VKP ഹമീദ് അലി പറഞ്ഞു.
ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ VKP ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുരോഗതിയിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് അനിവാര്യമെന്ന് VKP ഹമീദ് അലി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് പ്രവാസി സമൂഹത്തിന്റെ നാണയത്തുട്ടുകളാണെന്നും അതില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ അതിഭയാനകമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ KEA ബക്കർ, AGC ബഷീർ, AB ഷാഫി, KMCC സംസ്ഥാന നേതാക്കളായ ഹംസ തുട്ടി, ഹനീഫ് ചെർക്കള, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ജില്ലാ KMCC നേതാക്കളായ അഫ്സൽ മൊട്ടമൽ, CH നൂറുദ്ദീൻ, സലാം തട്ടാനിച്ചേരി, ഹസൈനാർ ബീജന്തടുക്ക, ഫൈസൽ മുഹസിൻ, സലീം ചേരങ്കൈ, യൂസഫ് മുക്കൂട്, മണ്ഡലം നേതാക്കളായ AGA റഹ്മാൻ, ഹനീഫ് ബാവാനഗർ, ഇസ്മായിൽ നാലാംവാതുക്കൽ, ഫൈസൽ പട്ടേൽ, ഇബ്രാഹിം ബേരിക്ക എന്നിവർ സംസാരിച്ചു. സലീം ചേരങ്കൈ ഖിറാഅത്ത് നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സലാം കന്യപ്പാടി സ്വാഗതവും ജില്ലാ ട്രഷറർ TR ഹനീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ജനുവരി 30-ന് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും. പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. പട്ടികയിൽ ഉൾപ്പെടുത്തി കാരണമില്ലാതെ ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി 30-ന് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം ആരംഭിക്കുക എന്ന് സമരസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോഴും ഈ കുട്ടികളൊക്കെ പുറത്താണ്. അങ്ങനെയാണ് 2019 സെക്രട്ടേറിയറ്റ് മുന്നിൽ 25 അമ്മമാരും കുട്ടികളൊക്കെ അനിശ്ചിതകാല പട്ടിണി സമരം. അന്ന് മുഖ്യമന്ത്രിയുമായിട്ട് രാജി ചർച്ച നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി MP ജയരാജൻ പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ ധാരണയിലായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മറ്റൊന്നും നോക്കാതെ ഇതിലേക്ക് തിരിച്ചെടുക്കും. ബാക്കി വരുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് അവർക്ക് അർഹതയുണ്ടെങ്കിൽ അതിനകത്ത് പെടുന്നു. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ള 5-15 കുട്ടികളെ ഉൾപ്പെടും. ബാക്കി വന്ന 1031 കാര്യത്തിൽ പിന്നീട് ഒരു തീരുമാനം ഉണ്ടായില്ല. നമ്മൾ പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും തീരുമാനം ഉണ്ടായില്ല. ഈ 1905 ലിസ്റ്റ് പട്ടിക നമുക്കത് പറഞ്ഞിരുന്നു. കവി പ്രൊഫസർ വീരാൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, ഡോക്ടർ D സുരേന്ദ്രനാഥ് തുടങ്ങി സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മന്ത്രി ചെയർമാനായ സെൽ യോഗം 2 മാസത്തിലൊരിക്കൽ ചേരേണ്ടതാണെങ്കിലും കൂടിയിട്ട് 1 വർഷം കഴിഞ്ഞു. സൗജന്യ മരുന്ന് വിതരണം നിർത്തലാക്കി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിക്കണം. മാസ പെൻഷനും ആശ്വാസ കിരൺ ധനസഹായവുമെല്ലാം കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാൻ ദുരിതബാധിതർ നിർബന്ധിതരാകുന്നത്. മുഖ്യമന്ത്രിയടക്കം ബന്ധപ്പെട്ട അധികാരികൾക്കു മുൻപിൽ നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും യാതൊരുവിധ പരിഗണനയും ഉണ്ടായില്ല. കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുകയാണ് സമരസമിതി. വാർത്താ സമ്മേളനത്തിൽ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, P ഷൈനി, C സരസ്വതി, E തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ 35ാമത് വാർഷികത്തിന് മുന്നോടിയായി 35 പതാകകൾ ഉയർത്തി SKSSF മച്ചമ്മാടി ശാഖ. ഫെബ്രുവരി 2, 3, 4 തീയതികളിലായി കോഴിക്കോട്ടാണ് സമ്മേളനം. സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ 35ാമത് വാർഷികം ഫെബ്രുവരി 2, 3, 4 തീയതികളിലായി കോഴിക്കോട് മുഖത്തസ് നഗരിയിൽ നടക്കും. ഇതിന്റെ പ്രചരണാർത്ഥം SKSSF മച്ചമ്മാടി ശാഖ 35 പതാകകൾ ഉയർത്തി. മച്ചമ്പാടി ജുമാ മസ്ജിദ് ഖത്തീബ് ബാസിദ് ഹുദവി പ്രാർത്ഥനയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. അൻസാറുൽ ഹുദ മസ്ജിദ് ഇമാം അർഷാദ് യമാനി മുഖ്യപ്രഭാഷണം നടത്തി. മച്ചമ്പാട് ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഹാജി, അൻസാറുൽ ഹുദ മസ്ജിദ് പ്രസിഡന്റ് പുത്തുബാവ ബജൽ, ഷംസുലുലമ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ഹുസൈൻ മച്ചമ്പാടി, സെക്രട്ടറി ഇസ്മായിൽ, ഷംസുലുലമ നഗർ SKSSF മച്ചമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് നൌഫൽ, മഹറൂഫ്, മജീദ് ഇഡിയ, അസീസ് ഹാജി, ഇബ്രാഹിം PP, നൌഷാദ് ബജൽ എന്നിവർ സംബന്ധിച്ചു. പ്രചരണ പരിപാടിയിൽ മച്ചമ്പാടിയിലെ അലീമീങ്ങളും നേതാക്കന്മാരും ഉമറാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ചെറുവത്തൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. രേഖകളും കമ്പ്യൂട്ടറുകളും ചന്ദേര പോലീസ് സീൽ ചെയ്തു. ഞാണങ്കയിൽ പ്രവർത്തിച്ചു വന്ന റോയൽ ട്രാവൻകൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ചെറുവത്തൂർ ശാഖയിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സ്ഥാപനത്തിനെതിരെ OV നവനീഷ് എന്നയാളുടെ പരാതിയിൽ റോയൽ ട്രാവൻകൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ഡയറക്ടർമാർ, ശാഖാ മാനേജർ എന്നിവർക്കെതിരെ ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായാണ് ചെറുവത്തൂരിലെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ GP മനുരാജിന്റെ നിർദ്ദേശത്തിൽ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI C പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് റെയ്ഡ്. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ M ദിലീഷ്, സിവിൽ പോലീസ് ഓഫീസറും സൈബർ എക്സ്പേർട്ടുമായ TV രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ K സുസ്മിത എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. റോയൽ ട്രാവൻകൂർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ചെറുവത്തൂർ ശാഖ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമ K മഹേഷ്, സ്ഥാപനത്തിന്റെ സ്റ്റാഫ് ഡാർലസ് വിൻസെന്റ് ഫെർണാണ്ടസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ ഓഫീസിൽ ഉപയോഗിച്ച ക്യാഷ് ബുക്കുകൾ, അക്കൗണ്ട് രജിസ്റ്ററുകൾ, ഡെയിലി കളക്ഷൻ രജിസ്റ്ററുകൾ, ബ്രോഷറുകൾ, കമ്പ്യൂട്ടറുകൾ, വൗച്ചർ ബുക്കുകൾ, ചെക്ക് ലീഫുകൾ, അംഗത്വ ഫോറങ്ങൾ, അപേക്ഷാ ഫോറങ്ങൾ, രജിസ്ട്രേഷൻ രേഖകൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഗാന്ധി നെഹ്റു പഠന കേന്ദ്രം സംഘടിപ്പിച്ച സ്വാതന്ത്ര്യം മുതൽ രക്തസാക്ഷിത്വം വരെ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ പ്രഭാഷകനും ഗാനരചയിതാവുമായ രമേശ് കാവൽ പ്രഭാഷണം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ രാമക്ഷേത്രം ഉയർന്നത് 1948 ജനുവരി 30-നാണെന്നും അതിനേക്കാൾ വലിയ രാമക്ഷേത്രം ഇനി ഉണ്ടാവില്ലെന്നും ഹേ റാം എന്ന മന്ത്രം ഉരുവിട്ട് പുഞ്ചിരിയോടെ മരണത്തെ പുൽകിയ ഗാന്ധിജി തന്നെയാണ് ആ ക്ഷേത്രമെന്നും രമേശ് കാവൽ അഭിപ്രായപ്പെട്ടു. ഗാന്ധിജി ഒരേ സമയം വിഗ്രഹാരാധകനും വിഗ്രഹഭജ്ഞകനുമായിരുന്നു. ലോകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിഗ്രഹം കൊണ്ട് സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ ആ വിഗ്രഹത്തെ ആരാധിക്കുമെന്നും ഒരു വിഗ്രഹം ആരുടെയെങ്കിലും സമാധാനം നശിപ്പിക്കുമെങ്കിൽ ഞാൻ ആ വിഗ്രഹത്തെ ഭജ്ഞിക്കുമെന്നും ഗാന്ധിജി വ്യക്തമാക്കിയിട്ടുള്ളത് കാലിക പ്രസക്തമാകുന്ന സന്ദർഭമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെന്നും എല്ലാത്തരം തിന്മകൾക്കുമെതിരെയുള്ള ഒറ്റമൂലി ഗാന്ധിജി മാത്രമാണെന്നും ഇനിയും ഇന്ത്യയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഗാന്ധി എന്ന ഒരൊറ്റ ഉത്തരം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് വിനോദ് എരവിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AV ബാബു, ട്രഷറർ A രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാണിക്യമലരായ പൂവി മഹദിയാങ് ഖദീജ ബീവി എന്ന പാട്ട് ആലപിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും സദസ്സിലുള്ള വയോധികരും ഒരുമിച്ച് ഒപ്പനത്താളത്തിൽ നൃത്തം ചവിട്ടി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് വയോജന സംഗമത്തിലാണ് പ്രായം നോക്കാതെ വയോധികരുൾപ്പെടെ പാട്ടുപാടി നൃത്തം ചവിട്ടിയത്. കാടങ്കോട് ജയ്ഹിന്ദ് വായനശാല പരിസരത്ത് നടന്ന വയോജന സംഗമത്തിൽ ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പം കൂടി. കാടാങ്കോട് സ്വദേശിയായ മുതിർന്ന മാപ്പിളപ്പാട്ട് ഗായകൻ അഷ്റഫ് പയ്യന്നൂർ ആലപിച്ച ഗാനത്തിന് കൈകൊട്ടിയാണ് ഇവർ ഒപ്പന ചുവടുകൾ വെച്ചത്. അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നാടൻപാട്ടുൾപ്പെടെയുള്ള കലാപരിപാടികൾ വയോജനങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഗ്രാമത്തിലെ ഭൂരിഭാഗം വയോധികരും പങ്കെടുത്തു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. CV പ്രമീള, CK റഹ്മത്ത്, N രമണി, MTP ബുഷറ, TV റിയാസ്, യൂസഫ് കോട്ടക്കാൽ, C ആശ, K പ്രദീപ്, M വസന്ത, A ശ്രീനിവാസൻ, C ഗിരീശൻ, P രാഹുൽ, K ഉഷ, E ഷൈമ, N സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണ കമ്മിറ്റി രൂപീകരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം ചരിത്രവും പുരാവൃത്തവും ഐതിഹ്യ പെരുമകളും കൊണ്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്നതും തിരുവിതാംകൂർ രാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിൽ കടന്ന് ആരാധിക്കാൻ അവസരം നൽകിയ ദേവസ്ഥാനവുമാണ്.
ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പൂജാവിധികളിലും പഴമയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും വിസ്മയച്ചെപ്പ് തുറന്നിടുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് മടിയൻകൂലം. അളട സ്വരൂപത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ മടിയൻകൂലത്ത് കാലപ്പഴക്കം മൂലം പല അറ്റകുറ്റപ്രവർത്തികളും നടത്തേണ്ടതായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെട്ട അഷ്ടമംഗല്യ പ്രശ്നവിധി അനുസരിച്ച് ക്ഷേത്ര നവീകരണ കലശം ആവശ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നവീകരണ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. വിവിധ കഴകങ്ങളിലെ ആചാരസ്ഥാനികർ, അമ്പല കമ്മിറ്റി പ്രതിനിധികൾ, സമീപ പ്രദേശങ്ങളിലെ ജമാഅത്ത് പ്രതിനിധികൾ, പൌരപ്രമുഖർ, നാട്ടുകാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ നവീകരണ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ സംബന്ധിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കണ്ണൻ മടിയൻ നായരച്ചൻ അധ്യക്ഷനായി. കെ വേണുഗോപാലൻ നമ്പ്യാർ, എം പൊക്ലൻ, പി വി സുരേഷ്, എം പ്രദീപ് കുമാർ, പി ദിവാകരൻ നായർ, തെരുവത്ത് മൂസ ഹാജി, ഡോക്ടർ എ സി പത്മനാഭൻ, വാർഡ് മെമ്പർ സി കുഞ്ഞാമിന, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ വി നാരായണൻ, എ വി അശോകൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ, ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. മടിയൻകുളം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ സ്വാഗതവും എം നാരായണൻ നന്ദിയും പറഞ്ഞു. നവീകരണ കമ്മിറ്റി ഭാരവാഹികളായി കെ വേണുഗോപാലൻ നമ്പ്യാരെ ചെയർമാനായും, പി ദിവാകരൻ നായർ, എൻ വി തമ്പാൻ നായർ, ഗോപാലൻ തോക്കാനും, വി കമ്മാരൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും, വി എം ജയദേവനെ ജനറൽ കൺവീനറായും, പി കുഞ്ഞുണ്ണി നായർ, സി പി ഉണ്ണികൃഷ്ണൻ നായർ, ബേബിരാജ് എൻ വി എന്നിവരെ കൺവീനർമാരായും, ആർക്കിടെക്ട് ദാമോദരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആൺ സുഹൃത്തിന്റെ ഭീഷണിയെ തുടർന്ന് 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ, മറ്റൊരു പ്രതി വിദേശത്തേക്ക് കടന്നു. മംഗളൂരു ബെൽത്തങ്ങാടിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മലയാളികൾ ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ട സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ ടിവി സംരംഭങ്ങളെ ഇല്ലാതാക്കാനുള്ള KSEBL നിലപാടിനെതിരെ പ്രതിഷേധവുമായി COA ജനുവരി 31 കരിദിനം ആചരിക്കും. ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ദേശീയ സമ്മേളനം കാസർഗോഡ് കളനാട്ട് നടന്നു. എല്ലാം നെഗറ്റീവായി കാണുന്നതാണ് കേരളത്തിന്റെ പ്രശ്നമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.